ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാനശുശ്രൂഷയുടെ ആരംഭമായി പാട്ടുപുസ്തകത്തിലെ 1298 പാട്ട് പാടാം. 1298. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. അടുത്തായി 883 പാട്ട് പാടാം. 883. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരയിലും ക്ഷേമമായി പോറ്റുമെന്നെയും സ്നേഹമോടെ യേശുനായകൻ. ക്ഷേമമായി പോറ്റുമെന്നെയും സ്നേഹമോടെ യേശുനായകൻ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജമേകിടുന്നവൻ, നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടരും.
തന്നിടും. നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കിലും ആദി എന്നെ പാത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ. ആദി എന്നെ പാത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാൽ യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. വേദവായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിപ്രകാരം വായിക്കുന്നു: അനവധി സമ്പത്തിലും സത്കീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത്. ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു, അവരെയൊക്കെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. വക്രന്റെ വഴിയിൽ മുള്ളും കുടുക്കുമുണ്ട്, തൻ്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട് അകന്നിരിക്കട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ശബത്ത് സ്കൂൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ ദൈവാദിദൈവത്തെ, രാജാതിരാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. ദൈവാദിദൈവത്തെ, രാജാതിരാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. അത്ഭുത നിത്യ സ്നേഹം എന്നിൽ സന്തതം തന്നിടും ദൈവസ്നേഹം, എന്നും മാറാത്ത ദിവ്യ സ്നേഹം, എന്നിൽ വസിക്കും സ്നേഹം. എന്നും മാറാത്ത ദിവ്യ സ്നേഹം, എന്നിൽ വസിക്കും സ്നേഹം. സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ ദൈവാദിദൈവത്തെ, രാജാതിരാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. മായാലോകത്തിൻ മോഹം തേടി ശാപമേറ്റ എന്നെ വീണ്ട സ്നേഹം, എന്നെ നേടിയ ദിവ്യ സ്നേഹം, എന്നിൽ പെരുകും സ്നേഹം. എന്നെ നേടിയ ദിവ്യ സ്നേഹം, എന്നിൽ പെരുകും സ്നേഹം. സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ ദൈവാദിദൈവത്തെ, രാജാതിരാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. ജീവനേകിയ സ്നേഹം, സർവലോകത്തിൻ ശാപത്തെ നീക്കും സ്നേഹം, ഉന്നതമാം ക്രൂശിൻ സ്നേഹം, ഉള്ളം കവരും സ്നേഹം. ഉന്നതമാം ക്രൂശിൻ സ്നേഹം, ഉള്ളം കവരും സ്നേഹം. സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ ദൈവാദിദൈവത്തെ, രാജാതിരാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. വാക്കുമാറാത്ത
സർവവല്ലഭനാമേശുവേ സ്തോത്രം സ്തുതി നിനക്കേ. സർവവല്ലഭനാമേശുവേ സ്തോത്രം സ്തുതി നിനക്കേ. സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ ദേവാദിദൈവത്തെ രാജാതിരാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. നമുക്കേവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ സമയം ഈ വിശുദ്ധ ശബത്തിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ശബത്ത് സ്കൂൾ ശുശ്രൂഷയിൽ കടന്നു വരുവാനും അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവസരം തന്ന വൻ കൃപയ്ക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ സമയം ഈ ലോകത്ത് ഇന്ന് എത്രയോ പേര് മഹാമാരികളാലും മറ്റ് ദുരിതങ്ങളാലും കഷ്ടപ്പെടുമ്പോഴും ഞങ്ങൾക്കാർക്കും ഒരു ആപത്തും വരാതെ, ഒരു മാരകമായ രോഗങ്ങളും വരാതെ, ഒരു പോറലും പേരും നിൽക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് കാത്ത് പരിപാലിക്കുന്ന വൻ കൃപയ്ക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ സമയം ഈ ശബത്ത് സ്കൂൾ ശുശ്രൂഷയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പങ്കെടുക്കുന്ന ഏവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഏവരുടെയും കൂടെ അങ്ങയുടെ കൃപയും സാന്നിധ്യവും കൂടിയിരിക്കുമാറാകണമേ കർത്താവേ. ഈ സമയം കർത്താവേ, ഈ ലോകത്ത് മഹാമാരികളാലും മറ്റ് ദുരിതങ്ങളാലും കഷ്ടപ്പെടുന്ന ഏവരോർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ, അവരുടെ ദുഃഖത്തിലൊക്കെ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് ആശ്വാസം കൊടുക്കുമാറാകണമേ. രോഗികൾക്ക് അങ്ങ് എത്രയും പെടുന്ന രോഗസൗഖ്യം കൊടുക്കുമാറാകണമേ പിതാവേ. അതുപോലെ തന്നെ ഈ സമയം പാഠം പഠിപ്പിക്കുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ, അവിടുത്തെ കൃപയും സാന്നിധ്യം അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുമാറാകണമേ കർത്താവേ. പാഠം കേൾക്കുന്ന ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറയ്ക്കുമാറാകണമേ കർത്താവേ. ആ പാഠം കേട്ട് അത് മനസ്സിലാക്കി അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നന്മയുള്ളൊരു ജീവിതം നയിക്കുവാനും ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടി നടക്കുവാനും തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ കർത്താവേ. ഈ സമയത്ത് ഈ അന്ത്യകാലത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം, യേശുവിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ കർത്താവേ. സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് പാപത്തിലേക്ക് വഴുതി വീഴാതെ നന്മ നിറഞ്ഞ വഴിയിലൂടെ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ കർത്താവേ. ഈ സമയം ഇന്നത്തെ ശുശ്രൂഷയിലൊക്കെ അങ്ങയുടെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കുമാറാകണമേ കർത്താവേ. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാകണമേ കർത്താവേ. ഒരിക്കൽ കൂടി ഞങ്ങളെ ഏവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും അവിടെ നിന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നയിക്കുമാറാകണമേ. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ പരിശുദ്ധനായ പിതാവേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഇന്നത്തെ മിഷൻ വാർത്തയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ മിഷൻ വാർത്തയുടെ തലവാചകം കർത്താവിൻ്റെ സത്യദിവസം എന്നതാണ്. ഇന്നത്തെ മിഷൻ വാർത്ത നമ്മൾക്കായിട്ട് എഴുതി അയച്ചു തന്നിരിക്കുന്നത് ആംഗോളയിലെ ലുവാണ്ടയിൽ താമസിക്കുന്ന ക്രിസ്റ്റീന ഫെറസ് എന്ന 21 വയസ്സുള്ള യുവതിയാണ്. ക്രിസ്റ്റീന ഫെറസ് എന്ന യുവതി ഒരു പാസ്റ്ററുടെ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റീനയ്ക്ക് ദൈവത്തെക്കുറിച്ചെല്ലാം അറിയാമായിരുന്നു. അവളുടെ പിതാവ് ദൈവത്തെക്കുറിച്ചെല്ലാം അവളെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ 7-ാം ദിന ശബത്തിനെ കുറിച്ചിട്ട് ക്രിസ്റ്റീനയെ തൻ്റെ പിതാവ് പഠിപ്പിച്ചിരുന്നില്ല. അവളുടെ പിതാവ് ഒരു ഇവാഞ്ചലിക്കൽ പാസ്റ്ററായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണമെന്ന് അവളുടെ പിതാവ് ക്രിസ്റ്റീനയെ പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ അവൾ താമസിക്കുന്ന നഗരമായ ആംഗോളയിലെ ലുവാണ്ടയിൽ ഉള്ള ഒരു സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇവാഞ്ചലിക്കൽ പാസ്റ്റർ ആയിരിക്കുന്ന തൻ്റെ പിതാവ് ഒരിക്കലും പോയിരുന്നില്ല. കാരണം തൻ്റെ പിതാവിനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ആ പള്ളീനെക്കുറിച്ച് അനേകം കാര്യങ്ങൾ പിതാവ് കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റീനയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആ പള്ളിയിൽ പോകുന്നതിൽ നിന്നും തൻ്റെ പിതാവ് വിലക്കുകയുണ്ടായി. അങ്ങനെ അവൾ വളർന്ന ഒരു യുവതിയായപ്പോൾ അവൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മറ്റൊരു നഗരത്തിൽ പോകുകയുണ്ടായി. അവിടെ അവളുടെ ഒരു അമ്മാവനും കുടുംബവും മൊത്തമാണ് താമസിച്ചത്. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവൾ തൻ്റെ നിരവധി സഹപ്രവർത്തകരുമായിട്ട് വേദപുസ്തകം പഠിക്കുവാനായിട്ട് തുടങ്ങി. ഒരു അഡ്വന്റിസ്റ്റ് പാസ്റ്ററാണ് അവളെ വേദപുസ്തകം പഠിക്കുവാനായിട്ട് സഹായിച്ചത് അവരെല്ലാവരെയും. അങ്ങനെ അവർ വേദപുസ്തകം പഠിച്ചപ്പോൾ ആ വന്ന പാസ്റ്റർ ഒഴികെ മറ്റെല്ലാവരും വിശ്വസിച്ചിരുന്നത് കർത്തൃ ദിവസം എന്ന് പറയുന്ന ശബത്ത് അല്ലെങ്കിൽ ദൈവം ആചരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഞായറാഴ്ചയാണെന്നാണ്. പക്ഷേ ആ വന്ന അഡ്വന്റിസ്റ്റ് പാസ്റ്റർ വേദപുസ്തകത്തിൽ നിന്നും ദൈവം ആചരിക്കാൻ
പറഞ്ഞിട്ടുള്ള കർത്തൃദിന ശബത്ത് എന്ന് പറയുന്നത് 7-ാം ദിവസമായ ശനിയാഴ്ചയാണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. ആ ഒരു സത്യം അവർ വേദപുസ്തകത്തിൽ നിന്നും കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ, ക്രിസ്റ്റീനയുടെ മനസ്സിൽ വളരെയധികം ആശയക്കുഴപ്പങ്ങളുണ്ടായി. അവൾ ചിന്തിച്ചു, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയണമെന്ന് അവളുടെ മനസ്സിൽ അവൾ പറഞ്ഞു. അങ്ങനെ അവൾ ആ പാസ്റ്ററുമായിട്ട് തൻ്റെ മനസ്സിലുണ്ടായ കാര്യങ്ങൾ സംസാരിക്കുകയും ആ അഡ്വൻറ്റിസ്റ്റ് പാസ്റ്റർ അവൾക്കൊരു പുസ്തകം കൊടുക്കുകയും ഒരു പാസ്റ്ററുടെ റെക്കോർഡ് ചെയ്യപ്പെട്ട പ്രസംഗങ്ങൾ അവൾക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ അവൾ ആ പുസ്തകം വായിക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തു. അത് കേട്ട ശേഷം അവളുടെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, ഏത് ദിവസമാണ്, ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ ഞാൻ ദൈവത്തിൻ്റെ ദിവസമായിട്ട് ആചരിക്കേണ്ടത് എന്നതായിരുന്നു. അവൾക്കതിൽ ഒരു മറുപടി ലഭിക്കുകയുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം അവൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ തൻ്റെ അമ്മാവനും മറ്റു കുടുംബാംഗങ്ങളും അവൾ കണ്ട പാസ്റ്ററുടെ പ്രസംഗത്തിൻ്റെ വീഡിയോ കാണുന്നതായിട്ട് അവൾ കണ്ടു. ഉടനെ തൻ്റെ അമ്മാവൻ അവളോട് ചോദിച്ചു, ആരാണ് ഈ പാസ്റ്റർ എന്ന് ചോദിച്ചു. ഉടനെ ക്രിസ്റ്റീന മറുപടി പറഞ്ഞു, അത് ഒരു അഡ്വൻറ്റിസ്റ്റ് പാസ്റ്ററാണ്. അദ്ദേഹം ഒരു ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള സത്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കുന്നുള്ളൂ എന്ന് ക്രിസ്റ്റീന തൻ്റെ അമ്മാവനോട് പറഞ്ഞു. അങ്ങനെ അവൾ ആ ഒരു സത്യം അല്ലെങ്കിൽ ആ പാസ്റ്ററെ കുറിച്ചിട്ട് തൻ്റെ അമ്മാവനോട് പറഞ്ഞപ്പോഴാണ് ക്രിസ്റ്റീനയുടെ മനസ്സിലും പെട്ടെന്ന് ഒരു ചിന്ത കടന്നു വന്നു, എന്തുകൊണ്ട് എനിക്കും ഇപ്രകാരം ആയിക്കൂടാ? അതായത് വേദപുസ്തകത്തിൽ പറഞ്ഞ സത്യങ്ങൾ മാത്രം വിശ്വസിച്ച് എനിക്ക് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ അവൾ സ്വയമായിട്ട് വീണ്ടും വേദപുസ്തകം പഠിക്കാനായിട്ട് തുടങ്ങി. അനേക ദിവസങ്ങൾ കഴിഞ്ഞു. അവൾ അനേകം കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് മനുഷ്യർ പറയുന്ന കാര്യങ്ങളല്ല വിശ്വസിക്കേണ്ടത്, മറിച്ച് ദൈവം എന്താണോ ദൈവത്തിൻ്റെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്ത് ജീവിക്കുകയാണ് എല്ലാ മനുഷ്യനും വേണ്ടതെന്ന ഒരു സത്യം അവൾ മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ അവൾ ആ സത്യം മനസ്സിലാക്കി അവൾ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും മടങ്ങി പോവുകയാണ്. അങ്ങനെ അവൾ തൻ്റെ നാട്ടിലെത്തി തൻ്റെ പിതാവിനോടും അവൾ കൂടി വന്നിരുന്ന സഭാ നേതാക്കന്മാരോടും എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ഏർപ്പാടാക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാവരെയും കൂട്ടി ഒരു മീറ്റിംഗ് കൂടി. അങ്ങനെ ആ സമയത്ത് അവൾ തൻ്റെ വേദപുസ്തകത്തിൽ നിന്നും കണ്ടെത്തിയ സത്യങ്ങൾ തൻ്റെ പിതാവും അതുപോലെ തന്നെ മറ്റ് സഭാ മെമ്പേഴ്സുമായിട്ട് അവർ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ അവൾ ആ സത്യങ്ങൾ അവരുമായിട്ട് പങ്കുവെച്ചു. അവൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. അതായത് വേദപുസ്തകത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിൽ ദൈവം തൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആഴ്ചയുടെ അവസാനത്തിൽ ദൈവം തൻ്റെ ശുദ്ധീകരിച്ച 7-ാം ദിവസമായ ശബത്തിനെ കുറിച്ചിട്ട് അവൾ സംസാരിച്ചു. കൂടാതെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തൻ്റെ സ്വന്തം വിരൽ കൊണ്ട് കൽപ്പലകൾ എഴുതിയ ശബത്തിനെ കുറിച്ചിട്ട്, ദൈവം അവിടെ ഓർമ്മിപ്പിച്ച ശബത്തിനെ കുറിച്ചിട്ടും അവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. കൂടാതെ ദൈവം ഈ ഭൂമിയിൽ യേശുക്രിസ്തുവായി വന്നപ്പോൾ ദൈവം 7-ാം ദിന ശബത്ത് ആചരിച്ചുവെന്നും സ്വർഗാരോഹണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്നുവെന്നും അവൾ വേദപുസ്തകത്തിൽ നിന്നും അവരെ മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. പെട്ടെന്നാണ് അവൾ അവരോട് ഒരു ചോദ്യം ചോദിച്ചത്, എന്തുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഈ സത്യങ്ങൾ നമ്മളുടെ സഭയിൽ പഠിപ്പിക്കാത്തതെന്ന്. ഉടനെ അവളുടെ പിതാവ് ഒഴികെ മറ്റുള്ള എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കറിയാവുന്ന സത്യമാണിത്. അതായത് 7-ാം ദിവസമായിട്ടുള്ള ശബത്ത് ശനിയാഴ്ചയാണെന്ന് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഞായറാഴ്ച അവർ ആരാധിക്കുന്നതിന് എന്തുകൊണ്ടാണെന്ന് വിശദീകരണം കൊടുക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റീന കണ്ടെത്തിയ ഈ സത്യത്തിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ, അതായത് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭയിൽ അംഗമാകുന്നതിൽ നിന്നും ക്രിസ്റ്റീനയെ തൻ്റെ പിതാവും അതുപോലെ തന്നെ മറ്റ് സഭാ നേതാക്കന്മാരും വിലക്കുകയുണ്ടായി. അവരിൽ ഒരാൾ ക്രിസ്റ്റീനോട് ഇപ്രകാരം പറഞ്ഞു, നീ അങ്ങനെ അഡ്വൻറ്റിസ്റ്റ് സഭയിൽ അംഗമായി പോയി കഴിഞ്ഞാൽ നിനക്ക് നമ്മളുടെ പള്ളിയിലുള്ള സ്ഥാനം, ശുശ്രൂഷ സ്ഥാനം നഷ്ടമാകുകയും നീ പള്ളിയിലെ ഒരു അംഗമല്ലാതെ ആവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഉടനെ ക്രിസ്റ്റീന പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് എനിക്ക് ശുശ്രൂഷ സ്ഥാനം തിരികെ നൽകുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ബൈബിളിൽ പറയാത്ത കാര്യങ്ങൾ ദൈവസഭയിൽ പറയുകയില്ല, മറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സത്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ, അഡ്വൻറ്റിസ്റ്റ് ദൂതുകൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്ന് ക്രിസ്റ്റീന തറപ്പിച്ചു പറഞ്ഞു.
അങ്ങനെ അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ സഭാ നേതാക്കന്മാരും അവളുടെ ഈ ഒരു ആശയം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു അഡ്വന്റിസ്റ്റ് സഭയിലോട്ട് ഒരു കത്തയച്ചു. അതായത് ക്രിസ്റ്റീന എന്ന യുവതി ഞങ്ങളുടെ സഭയിൽ അംഗമാണെന്നും അവൾ ഒരിക്കലും സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയിൽ അംഗമാവില്ല എന്നും പറഞ്ഞ് ഒരു കത്തയച്ചു. അങ്ങനെ കത്തയച്ചത് കണ്ടപ്പോൾ ക്രിസ്റ്റീനയ്ക്ക് വളരെയധികം ദുഃഖമുണ്ടായി. പക്ഷേ എന്നാലും അവൾ അതിൽ നിന്നും പിന്തിരിഞ്ഞില്ല. അവൾ എന്ത് ചെയ്തു? അവൾ തുടർന്നും ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി, അനേകം കാര്യങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവൾ ഒരു അഡ്വന്റിസ്റ്റ് പാസ്റ്റർ ആകുന്നതിന് വേണ്ടിയിട്ട് സ്നാനപ്പെടുകയും ചെയ്തു. ഇന്ന് അവൾ ജോലി ചെയ്ത ആ നഗരത്തിൽ അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളെ വേദപുസ്തക പഠനത്തിൽ സഹായിച്ച ഒരു യുവാവുമായിട്ട് അവളുടെ വിവാഹം നടന്നു. അവൾ വളരെയധികം സന്തോഷവതിയാണ്. കാരണം അവളുടെ 3 സഹോദരന്മാരും സ്നാനപ്പെടുകയുണ്ടായി. അവളുടെ മാതാവും പിതാവും ഇപ്പോൾ വേദപുസ്തക പഠന ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരും വൈകാതെ തന്നെ സ്നാനപ്പെടുമെന്ന് ക്രിസ്റ്റീന ദൈവത്തിൽ വിശ്വസിക്കുന്നു. കൂടാതെ ക്രിസ്റ്റീന അവളുടെ മാതാവിനും പിതാവിനും വേണ്ടിയും മറ്റു കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ടും അവളുടെ ജീവിതത്തിൻ്റെ നല്ല അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീനയുടെ മാതൃരാജ്യമായ അംഗോളയിൽ ലുവാണ്ടയിൽ ഒരു അഡ്വന്റിസ്റ്റ് സ്കൂൾ ഉൾപ്പെടെ 4 പദ്ധതികൾ ഈ ക്വാർട്ടറിലെ 13-ാം വാര കാണിക്ക നടപ്പിലാകും. നിങ്ങളുടെ പ്രാർത്ഥനകളും ഉദാരമായ കാണിക്കകളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ സഹായത്തിന് നന്ദി. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നിത്യം ആരാധന
ദിവ്യകാരുണ്യമേ രത്തിനാനന്ദമേ ദിവ്യ തേജസ്സോടെ എന്തിലലിയോ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ സ്നേഹക്കുളിരായി നിറയൂ എന്നിൻ ഹൃദയത്തിൽ നിത്യം ആരാധന സ്തുതിനാഥ നിത്യം ആരാധന സ്തുതിനാഥ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ വിശുദ്ധ ശബത്തിൻ്റെ ഒരു പ്രഭാതം കൂടെ വലിയവനായ ദൈവം നമുക്കേവർക്കും ദാനമായി തന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും ഈ ശാബ സ്കൂൾ പാഠപഠനത്തിലേക്ക് ഞാൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം ഈ ക്വാർട്ടറിലുടനീളം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. നമ്മുടെ തിരുവചനത്തിലെ ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകമായ മോശ എഴുതപ്പെട്ടതായ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നാം ഈ ക്വാർട്ടറിലുടനീളം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം എത്തി നിൽക്കുന്നത് അതിൻ്റെ 9ാമത്തെ പാഠത്തിലേക്കാണ്. പാഠത്തിൻ്റെ തലവാചകം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യാക്കോബ് എന്ന ചതിയൻ. യാക്കോബ് എന്ന ചതിയൻ ആണ് തലവാചകമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്ക് മനപ്പാഠവാക്യമായിട്ട് നൽകിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 27-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം വായിക്കുന്നു: ശരി, യാക്കോബ് എന്നല്ലോ അവൻ്റെ പേർ. 2 പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു. അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു. ഇപ്പോൾ ഇതാ എൻ്റെ അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ വിശുദ്ധ ശബത്തിൻ്റെ പകൽക്കാല സമയത്തിനായി സ്തോത്രം നാഥ. അടിയങ്ങൾ കർത്താവേ, ഈ ആഴ്ചയിലെ പാഠപഠനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക നന്ദിയോടെ സ്തുതിക്കുന്ന നാഥ. ഇന്നത്തെ കർത്താവെ പാഠഭാഗം അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അതെപ്രകാരം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് ക്രമീകരിച്ച് ജീവിക്കാൻ സഹായിക്കുമെന്ന് അടിയങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. യാക്കോബിൻ്റെ കർത്താവെ ജീവിതത്തിലെ കുറിച്ചാണല്ലോ അടിയങ്ങൾ ഇന്ന് പഠിക്കാൻ തക്കൊണ്ട് പോകുന്നത് നാഥ. അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമെന്ന് അങ്ങരുളി ചെയ്യുന്നതായ ആ ഒരുവൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ആ ജീവിതത്തെക്കുറിച്ചാണ് അടിയങ്ങൾ പഠിക്കുവാൻ തക്കൊണ്ട് പോകുന്നത്. കർത്താവെ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കൊണ്ട് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഈ ഓൺലൈനിലൂടെ വിവിധ ഇടങ്ങളിലായിട്ട് ശ്രവിക്കുന്ന ശാബ സ്കൂളിൽ പാഠപഠനത്തിൽ അറ്റൻഡ് ചെയ്യുന്നതായ എല്ലാ ദൈവമക്കളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാ. അനുഗ്രഹിച്ച് ഓരോരുത്തരെ അവിടുന്ന് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സർവ്വം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അപ്പോൾ നാം വായിച്ചു കേട്ട മനപ്പാഠ വാക്യം ഏത് സന്ദർഭത്തിൽ ആര് പറഞ്ഞു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കഥാപശ്ചാത്തലമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നാം ഉൽപ്പത്തി പുസ്തകം ഈ ക്വാർട്ടറിലുടനീളം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ പ്രധാനമായും 2 പാർട്ടായിട്ട്, ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് ചരിത്രവും മറ്റേത് ജീവചരിത്രവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നു. ആദ്യത്തെ 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയും നാം നോക്കുമ്പോൾ ചരിത്രത്തെ, ഈ ഭൂമി ലോകം എപ്രകാരം ഉളവായി, സകല ചരാചരങ്ങൾ എപ്രകാരം ഉളവായി, ആരാണ് അത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് എന്നതിനെക്കുറിച്ചുള്ളതായ ചരിത്രവും, പിന്നീടുള്ളതായ 12 മുതൽ 50 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ 4 വ്യക്തികളുടെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നാം കാണുന്നു. ഒന്നാമത്തെ വ്യക്തി അബ്രഹാം, അബ്രഹാമിൻ്റെ വാഗ്ദത്ത പുത്രൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്, യാക്കോബിൻ്റെ മകൻ യോസെഫ് തുടങ്ങിയതായ 4 വ്യക്തികളുടെ ജീവചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ ഭാഗം നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നത്. അതിൽ നാം അബ്രഹാമിനെ കുറിച്ച് നാം പഠിച്ചു. കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം, കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നാം അബ്രഹാമിനെ കുറിച്ചും ഇസാക്കിൻ്റെ ഭാഗത്തെക്കുറിച്ചും നാം പഠിച്ചു. ഈ ആഴ്ച നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഇസഹാക്കിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ ഇളയ സന്തതിയായ
യാക്കോബിനെ കുറിച്ചാണ് നാം പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. പിന്നീട് ഇസ്രായേൽ എന്ന് പേർ ലഭിച്ചതായ ആ വ്യക്തി തന്നെയാണ് ഈ വ്യക്തിയും, യാക്കോബ് എന്ന് പറയുന്നതായ വ്യക്തി. നാം പഠിക്കുവാൻ തക്കവണ്ണം തുടങ്ങുമ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം നാം നോക്കുമ്പോൾ ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏശാവും യാക്കോബും എന്നുള്ളതായ ഭാഗമാണ്. അവിടെ രണ്ടുപേരെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. രണ്ട് പേരുടെ വ്യക്തിത്വങ്ങളെയും അതുപോലെ സ്വഭാവ സവിശേഷങ്ങളെക്കുറിച്ചും നമുക്ക് തിരുവചനത്തിൽ നിന്നും കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. വായിക്കാനുള്ളതായ ഭാഗം 25-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം, അതിൻ്റെ 21 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. അത് നിങ്ങൾ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് വായിക്കുക. നാം വേഗം ചിന്തിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. ഏശാവിനെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ ഏശാവ് വേട്ടയിൽ സമൃദ്ധനും വനസഞ്ചാരിയും ആയിരുന്നു എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കണം. അതുപോലെ അവൻ്റെ ഇളയ സഹോദരനായ യാക്കോബിനെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ യാക്കോബ് സാധുശീലനും കൂടാരവാസിയും ആണ് എന്ന് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. നാം അവരുടെ പിതാവായിരുന്ന അബ്രഹാമിൻ്റെ പുത്രനായിരുന്ന ഇസഹാക്കിനെ കുറിച്ച് നാം നോക്കുമ്പോൾ ഇസഹാക്കിൻ്റെ 60-ാമത്തെ വയസ്സിലാണ് ഇവർ രണ്ടുപേരും ജനിക്കുന്നത് എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. ഇസഹാക്കിൻ്റെ ഭാര്യയായിരുന്ന റിബേക്ക അവക്ക് തലമുറകളെ നൽകുവാൻ തക്കൊണ്ട് സാധിക്കാത്തതിൻ്റെ ഫലമായിട്ട് ഇസഹാക്ക് യഹോവയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് യഹോവയോട് പ്രാർത്ഥിച്ചു, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് തലമുറകളെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് യഹോവ ഇസഹാക്കിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും അതിനുശേഷം അവളുടെ ഉദരത്തിൽ 2 പൈതങ്ങളെ ഉരുവാകുകയും ചെയ്തതായിട്ട് നാം കാണുന്നു. ആ 2 പേരാണ് ഏശാവും യാക്കോബും. നാം നോക്കുമ്പോൾ ഇവ 2 പേരെയും കുറിച്ച് നാം നോക്കുമ്പോൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം, അതിൻ്റെ 23-ാമത്തെ വാക്യം. അവിടെ യഹോവയോട് ദൈവത്തോട് പറയുകയാണ്, ഈ വയറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഉദരത്തിൽ ഇവർ 2 പേരും തിക്കി വളരെ വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അപ്രകാരമാണ് റിബേക്ക ആയിരുന്നപ്പോൾ ചോദിക്കുകയാണ്, എന്തിനിപ്രകാരം എനിക്ക് തന്നു, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന്. അപ്പോൾ ഉദരത്തിൽ തന്നെ അവർ തല്ലും പിടിയാൽ ഈ വഴക്കിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകുന്നതായിട്ട് നാം കാണുന്നു. ഈ 2 പേരെക്കുറിച്ച് കർത്താവായ ദൈവം പ്രകാരം അരുളി ചെയ്തു, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, അതോടൊപ്പം 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്നും തന്നെ പിരിയും. അപ്പോൾ 2 ജാതി, 2 വംശം, ആ 2 കുലം അല്ലെങ്കിൽ ആ 2 വ്യത്യസ്ത ധ്രുവങ്ങളിലിരിക്കുന്ന സഞ്ചരിക്കുന്ന വ്യക്തികളാണ് ഈ ഭൂമിയിലേക്ക് വരുവാൻ തക്കൊണ്ട് പോകുന്നത് എന്ന് യഹോവയായ ദൈവം അവരോട് പറയുന്നതായിട്ട് നാം കാണുന്നു. നാം ഏശാവിനെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ വേട്ടയിൽ സമൃദ്ധനായിരുന്നു, സാഹസപ്രിയനായിരുന്നു, വനസഞ്ചാരിയായിരുന്നു എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. അതുപോലെ തന്നെയായിരുന്നു മൂത്ത മകനായിരുന്നു, ഇസഹാക്കിൻ്റെയും റിബേക്കയുടെയും മൂത്ത മകനായിരുന്നു ഏശാവ് എന്ന് പറയുന്നത്. ഈ സ്വഭാവ വ്യത്യാസങ്ങൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ കൂടുതൽ വെളിവാകുന്നതായിട്ട് നാം തുടർന്ന് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. ഇവരുടെ 2 സ്വഭാവങ്ങളും 2 വ്യത്യസ്ത രീതിയിലാണ് എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. ഒരുവൻ രണ്ടും 2 തരത്തിലുള്ളതായ സ്വഭാവക്കാരാണ് എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ ഇരിക്കെ യാക്കോബിനെ പറ്റി നാം പഠിച്ചു, സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. പക്ഷേ അവൻ്റെ ഈ ഒരു സ്വഭാവം അവൻ ഉപയോഗിക്കാതെ തന്ത്രപരമായിട്ടും വളഞ്ഞ വഴികളിലൂടെയുമായിരുന്നു അവൻ്റെ സ്വഭാവത്തെ എടുത്തത് എന്ന് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. തുടർന്നുള്ളതായ വേദഭാഗങ്ങളിൽ നമുക്ക് അത് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. നാം നോക്കുമ്പോൾ ഏശാവ് ഒരു ദിവസം പുറത്ത് സഞ്ചരിച്ച് വന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ വളരെ വിശന്നു വലഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇളയ സഹോദരനായ യാക്കോബ് ഒരു പായസം ഉണ്ടാക്കുകയും ആ പായസം തനിക്ക് വേണമെന്ന് ഏശാവ് യാക്കോബിനോട് പറയുകയും ചെയ്തതായിട്ട് നാം കാണുന്നു. അപ്പോൾ ആ സമയത്ത് യാക്കോബ് തന്ത്രപരമായിട്ട് ഒരു കാര്യം ഏശാവിനോട് പറയുകയുണ്ടായി. എന്തായിരുന്നു? നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് നൽകുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി ഈ പായസം നിനക്ക് തരാം എന്ന് ഏശാവിനോട് പറയുകയാണ്. ആ ഏശാവ് ആ സമയത്ത് എനിക്കിപ്പോൾ അത് കിട്ടിയാൽ മതി, വിശപ്പ് മാറിയാൽ മതി, അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠാവകാശം നീ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട്
യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്നും കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. യേശാവിനെ കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ദുർനടപ്പുകാരനോ ഈ ഒരു ഊണിനു ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അപ്പോൾ ഒരു ഊണിനു വേണ്ടി, കേവലം ഒരു ഊണിനു വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ ആ ജ്യേഷ്ഠാവകാശ സ്ഥാനം എന്താണെന്ന്, അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ അത് അനുജന് കൊടുത്തതായിട്ട് നാം കാണുന്നു. ജ്യേഷ്ഠാവകാശത്തെ അനുജന് വിറ്റ് കളഞ്ഞതായിട്ട് അല്ലെങ്കിൽ അലക്ഷ്യമാക്കി കളഞ്ഞതായിട്ട് നാം കാണുന്നു. നാം എലൻ ജി വൈറ്റിൻ്റെ പാട്രിയാർക്സ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് പറയുന്നതായ ലേഖനത്തിൽ പേജ് നമ്പർ 177 ഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു. ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു: ജ്യേഷ്ഠാവകാശം ഏറ്റവും പ്രധാനമായ ഒരു കാര്യമായിട്ട് കണക്കാക്കുവാൻ അവരെ പഠിപ്പിച്ചിരുന്നു പണ്ടുള്ള ആളുകൾ. കാരണം അതിൽ ഉൾപ്പെട്ടത് ഭൗതിക ധനം അവകാശമാക്കുക എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ അപ്പൻ്റെ സ്വത്തുക്കൾക്ക് അവകാശി ആവുക മാത്രമല്ല, പിന്നെയോ ആത്മീയ പ്രാമുഖ്യവും അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നു. അത് ലഭിച്ചവൻ, ജ്യേഷ്ഠസ്ഥാനം ലഭിച്ച ഒരു വ്യക്തി അവൻ്റെ കുടുംബത്തിൻ്റെ പുരോഹിതൻ ആകണമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. ഇപ്രകാരം വലിയ വിലയേറിയതായ ഈ ഒരു അവകാശ സ്ഥാനത്തെയാണ് വെറും ഒരു ഊണിന് വേണ്ടി വിറ്റ് കളഞ്ഞത് അല്ലെങ്കിൽ അലക്ഷ്യമാക്കി കളഞ്ഞത് എന്ന് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ ഇരിക്കെ വീണ്ടും ഇത് 1-ാമത്തെ പ്രാവശ്യം യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനെ വഞ്ചിച്ചു അല്ലെങ്കിൽ പറ്റിച്ചതായിട്ട്, തന്ത്രപരമായിട്ട് പറ്റിച്ചതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. 2-ാമതായിട്ട് അതിലും വളരെ ഗൗരവമായിട്ട് തൻ്റെ പിതാവിനെയും ജ്യേഷ്ഠനെയും വഞ്ചിക്കുന്നതായിട്ട്, ചതിക്കുന്നതായിട്ട് നാം കാണുന്നു. എപ്രകാരമായിരുന്നു നമുക്ക് ഏവർക്കും അറിയാവുന്നതായ ഭാഗമാണ്. ഇസാക്കിൻ്റെ വാർദ്ധക്യകാലത്ത് അവന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എന്തായിരുന്നു? അവന് ഇറച്ചി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുവാൻ തക്കവണ്ണം. അത് ഇസാക്കിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരായിരുന്നു? മൂത്ത സഹോദരനായിരുന്ന ഏശാവായിരുന്നു. അതുപോലെ റിബേക്കയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഇളയ മകനായിരുന്ന യാക്കോബിനായിരുന്നു. രണ്ടുപേർക്കും വെവ്വേറെ ആയിരുന്നു. രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ആ സ്നേഹം, വേർതിരിവ് അവിടെ കാണിച്ചതായിട്ട് നമുക്ക് കാണുന്നു. ഇപ്രകാരം നമ്മുടെ ഓരോ കുടുംബത്തിലും ഇപ്രകാരമുള്ള ഒരു സ്നേഹത്തിൻ്റെ വേർതിരിവ് അനുഭവപ്പെടുന്നവരാണോ നാം ഓരോരുത്തരും എന്ന് ചിന്തിക്കുക. നമ്മുടെ മക്കളെ 2-3 പേരായാലും എല്ലാവരും തുല്യ സ്നേഹത്തോടെ കരുതുന്നവരായിരിക്കണം മാതാപിതാക്കന്മാർ. നാം നോക്കുമ്പോൾ നമ്മുടെ പല മക്കളും കുടുംബക്കാരും നാം നോക്കുമ്പോൾ മക്കളെ സംബന്ധിച്ച് ഒരു ഇളയ മകനേക്കാട്ടിലും കുറച്ചുകൂടി പ്രായ വ്യത്യാസം മൂത്ത സഹോദരൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അപ്രകാരം കാണുന്നില്ല. രണ്ടുപേരും ഒരു സമയത്ത് ഒരു ദിവസം ഉണ്ടായതാണ്, ഭൂമിയിലേക്ക് പിറന്നു വീണതാണ്. അപ്പോൾ രണ്ടുപേരെ ഒരേപോലെ സ്നേഹിക്കണം എന്നുള്ളതായ ആ കർത്തവ്യം മാതാപിതാക്കന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നാം നോക്കുമ്പോൾ റിബേക്ക കൂടുതലും സ്നേഹിച്ചിരുന്നത് ഇളയ മകനോടായിരുന്നു. അതുപോലെ ഇസാക്ക് കൂടുതലായിട്ട് പ്രിയം തോന്നിയിരുന്നത് ഏശാവിനോടായിരുന്നു, മൂത്ത മകനോടായിരുന്നു എന്ന് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അങ്ങനെ മൂത്ത മകൻ്റെ വേട്ടയിറച്ചിയിൽ ഇഷ്ടപ്പെട്ടിരുന്നതായ ഇസാക്ക് എനിക്ക് പ്രകാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട്, ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഭക്ഷണം തരികയാണെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വിടാം. അപ്പോൾ ഏശാവിന് പറഞ്ഞു. ഏശാവ് നാം നോക്കുമ്പോൾ സാഹസപ്രിയനായിരുന്നു, വേട്ടയിൽ സമർത്ഥനായിരുന്നു, വനസഞ്ചാരിയായിരുന്നു എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ അപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ്റെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് ആ മൃഗത്തെ വേട്ടയാടുവാൻ തക്കൊണ്ട് പോയി. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്നതായ റിബേക്ക ഈ കാര്യം തൻ്റെ ഇളയ മകനോട് യാക്കോബിനോട് പറയുകയാണ് നാം കാണുന്നത്. അത് പറഞ്ഞ് യാക്കോബിനെ വശത്താക്കി, നീ പോയി നമ്മുടെ ആട്ടിൻ അല്ലെങ്കിൽ ആടുകളിൽ 2 എടുത്തുകൊണ്ട് വന്നിട്ട് കൊണ്ടുവരിക, ഞാനതിനെ പാകം ചെയ്ത് ഭോജനമാക്കി അപ്പവും ഭോജനവും കൊണ്ട് നീ അപ്പൻ്റെ അടുത്ത് പോയി അത് കൊടുത്ത് അവൻ്റെ പക്കൽ നിന്നും അനുഗ്രഹം മേടിച്ചു കൊള്ളുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നാം രണ്ടുപേരെയും നോക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു, ഫിസിക്കലായിട്ട് അവർക്ക് വ്യത്യാസമുണ്ടായിരുന്നു. ഏശാവ് മേലാകെ രോമമുള്ളവനായിരുന്നു എന്ന് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ തിരിച്ചറിയുമെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ യാക്കോബിനോട് പറഞ്ഞതായ മറുപടി, നീ നല്ല വിശേഷ വസ്ത്രം അല്ലെ രോമമുള്ളതായ വിശേഷ വസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്രകാരം അപ്പൻ്റെ അടുക്കൽ പോയി ആ ഭോജനം കൊടുത്തു. ആ ഒരു സമയത്ത് ഇത് മാത്രമല്ല, അപ്പനെ കബളിപ്പിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, പിന്നെ എന്താണ്? അപ്പൻ
യാക്കോബിനോട് പറഞ്ഞു. യാക്കോബിനോടല്ല, യഥാർത്ഥത്തിൽ നാം നോക്കുമ്പോൾ യേശാവ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബിനോടാണ് ഇസാക്ക് സംസാരിച്ചിരുന്നത്. എന്താണ് പറഞ്ഞിരുന്നത്? ഇത്ര പെട്ടെന്ന് നിനക്ക് വേട്ടയിറച്ചി ലഭിച്ചോ, അല്ലെങ്കിൽ ഇത് കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ യാക്കോബ് പറഞ്ഞ ഒരു കള്ളം, ഒരു മറുപടി നാം നോക്കുമ്പോൾ അതിൻ്റെ 27-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, ഇസാക്ക് തൻ്റെ മകനോട്, മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അപ്പോൾ പറയുന്നൊരു മറുപടിയുണ്ട്, നിന്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്കു വരുത്തി തന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവിടെ യഹോവയുടെ നാമം വൃഥാ എടുക്കുന്നതായിട്ട് നാം കാണുന്നു. യഹോവയെ, ദൈവത്തെ അതിലേക്ക് വലിച്ചിഴക്കുന്നതായിട്ട് നാം കാണുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ നാമമോ ദൈവത്തെയോ വലിച്ചിഴക്കുന്നത് നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇവിടെ യാക്കോബ് അപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. അവിടെ യാക്കോബ് മനഃപൂർവ്വമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പെട്ടെന്ന് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ യാക്കോബിന് അറിയാമായിരുന്നു യഹോവയെ ദൈവം തൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, സർവശക്തനാണ് എന്ന് യാക്കോബിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്രകാരം ദൈവത്തെ അവിടെ എടുത്തുപയോഗിക്കുന്നതായിട്ട് നാം കാണുന്നു. നിന്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്കു വരുത്തി തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇസാക്ക് നോക്കുമ്പോൾ യാക്കോബിൻ്റെ ശബ്ദവും ഏശാവിൻ്റെ ശരീരവും ആണ് അവന് തൊട്ട് നോക്കി തപ്പി നോക്കി മനസ്സിലാക്കിയപ്പോൾ അപ്രകാരമാണ് അവന് ഗ്രഹിച്ചത്. എന്നിരുന്നാലും കൈകൾ ഏശാവിൻ്റെ പോലെയും ശബ്ദം യാക്കോബിൻ്റെ പോലെയും എന്ന് ആര് തിരിച്ചറിഞ്ഞിരുന്നു? ഇസാക്ക് തിരിച്ചറിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇസാക്ക് പറഞ്ഞതുപോലെ യാക്കോബിന് അനുഗ്രഹിച്ച് അവിടുന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇതൊന്നും അറിയാതെ പാവം വേട്ടയാടി വന്നിരുന്നതായ ഏശാവ് അപ്രകാരം ഭോജനമെല്ലാം ഉണ്ടാക്കി അപ്പൻ്റെ പക്കൽ കൊണ്ട് കൊടുത്തു. അപ്പൻ പറഞ്ഞു, നീ ആരാകുന്നു മകനെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ നിൻ്റെ മൂത്ത മകനായ ആദിജാതനായ ഏശാവാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ വന്ന് അനുഗ്രഹം മേടിച്ചവൻ ആർ എന്ന് ചോദിച്ചു. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നാം നോക്കുമ്പോൾ അതിന് 34-ാമത്തെ വാക്യം, ആ ഏശാവിൻ്റെ ഒരു മനസ്സിലുള്ളതായ വിങ്ങൽ, ആ മനോഭാവം എന്തായിരുന്നു? ആ ഒരു സമയത്ത് ഏശാവിൻ്റെ മനസ്സ് എപ്രകാരമായിരുന്നു പിടച്ചിരുന്നത്? ആ വാക്യ പ്രകാരമാണ്, ഏശാവ് അപ്പൻ്റെ വാക്കു കേട്ടപ്പോൾ അതിദുഃഖിതനായി ഉറക്കെ നിലവിളിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ആ ഒരു സഹതാപത്തോടു കൂടിയുള്ളതായ ആ മറുപടിയിൽ ഇസാക്ക് വീണ്ടും തൻ്റെ മൂത്ത മകനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. എങ്കിലും മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ളത് ദൈവം ആദ്യമേ നിശ്ചയിച്ചിരുന്നതായ കാര്യമാണ്. അപ്പോൾ 2 വംശങ്ങൾ, 2 ജാതി നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിക്കും, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ദൈവം തന്നെ കൽപ്പിച്ചിരിക്കുന്നതായ അരുളപ്പാടാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. ഇപ്രകാരം ഇതെല്ലാം കിട്ടിയതിനു ശേഷം നാം വായിച്ചു കേട്ട ഭാഗമാണ്, അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഏശാവ്, ഇസാക്കിൻ്റെ മൂത്ത മകനായ ഏശാവ് അപ്പനോട് പറയുന്നതായ കാര്യമാണ് നാം മനപ്പാഠവാക്യമായിട്ട് വായിച്ചു കേട്ടത്. ശരി, യാക്കോബ് എന്നല്ലോ അവൻ്റെ പേർ, 2 പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു, അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു. ഒന്നാമതായിട്ട് ജ്യേഷ്ഠാവകാശത്തെ അപഹരിച്ചു, രണ്ടാമതായിട്ട് അപ്പൻ്റെ അനുഗ്രഹവും അവൻ അപഹരിച്ചു കളഞ്ഞു എന്ന് കാണുന്നു. അതിനുശേഷം നാം അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ഇതെല്ലാം അപ്പോഴും റിബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. ഈ നടക്കുന്നതായ സംഭവ വികാസങ്ങളെല്ലാം റിബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു, അമ്മ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. ഏശാവ് അപ്രകാരം ആ സമയത്തായിരുന്നപ്പോൾ ഇപ്രകാരം തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു. എന്താണ്? യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. അതായത് അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം, അതായത് അപ്പൻ്റെ മരണശേഷം അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എൻ്റെ അനുജനെ അല്ലെങ്കിൽ യാക്കോബിനെ കൊല്ലും എന്ന് അവൻ ഹൃദയത്തിൽ ദൃഢനിശ്ചയം എടുക്കുന്നതായിട്ട് നാം കാണുന്നു. ഈ ഒരു സമയത്ത് ഇതെല്ലാം കേൾക്കുന്നതായിരുന്നു റിബേക്ക. ഇത് കേട്ട് റിബേക്ക യാക്കോബിനോട് പറയുകയാണ്, ഇപ്രകാരമാണ് കാര്യങ്ങൾ, നിന്റെ ജ്യേഷ്ഠൻ നിന്നെ കൊല്ലുവാൻ തക്ക പാർത്തിരിക്കുന്നു, നീ ഇവിടെ നിന്നും പോയി അവൻ്റെ
ദേഷ്യമൊക്കെ മാറുന്നത് വരെയും ഇവിടെ നിന്ന് വിട്ടുപോയി ഹാരാനിലുള്ള എൻ്റെ സഹോദരൻ്റെ അടുക്കൽ, അതായത് ലാബാൻ്റെ അടുക്കൽ ചെന്ന് പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ലാബാൻ്റെ അടുക്കൽ ചെന്ന് അവനുള്ള മക്കളിൽ മകളെ നീ സ്വന്തമായി ഭാര്യയായിട്ട് എടുക്കണമെന്ന് അവനോട് ആവശ്യപ്പെടുകയാണ്. ഇതിന് ഇസഹാക്കിൻ്റെ കൂട്ടുപിടിച്ചതായിട്ട് റിബേക്ക നാം കാണുന്നു. ഇതിനായിട്ട് ഇസഹാക്കിൻ്റെ കൂട്ട് റിബേക്ക പിടിക്കുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ ഇസഹാക്കും യാക്കോബിനോട് പറയുകയാണ്, നീ ചെന്ന് നീ കനാനി സ്ത്രീകളിൽ നിന്നും ഭാര്യ എടുക്കരുത്. നീ നിൻ്റെ അമ്മാവൻ്റെ അടുക്കൽ പോയിട്ട്, അതായത് പദ്ദൻ അരാമിൽ നിൻ്റെ അമ്മയുടെ അപ്പനായ മെതുവേലിൻ്റെ വീട്ടിൽ ചെന്നു നിൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യ എടുക്കണമെന്ന് പറഞ്ഞു. അപ്രകാരം യാക്കോബ് അവിടെ നിന്നും പലായനം ചെയ്യുകയാണ്. തൻ്റെ വീട് വിട്ടു, പിതാവിനെ മാതാവിനെ എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് ജീവരക്ഷയ്ക്കായിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സന്ദർഭം വളരെ വിഷമകരമാണ്. എങ്കിലും നാം നോക്കുമ്പോൾ യാക്കോബിന് ഇത് അനുഭവിച്ചേ തീരൂ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഓരോ വ്യക്തികളെക്കുറിച്ചും. അങ്ങനെ യാക്കോബ് സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ബേർഷേബയിൽ നിന്നും യാക്കോബ് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോകുന്ന വഴിയിൽ സൂര്യൻ അസ്തമിക്കൊണ്ട് ഒരുപാട് ദൂരമുണ്ട്. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ കഴുതപ്പുറത്ത് അല്ലെങ്കിൽ നടന്നുകൊണ്ടായിരിക്കും പോയിരിക്കുന്നത്. അപ്പോൾ അപ്രകാരം പോയിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ദാഹിച്ച് വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയമെല്ലാം ഉണ്ട്. വെയിലെല്ലാം കൊണ്ട് അവസാനം ആ സന്ധ്യാസമയത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവനൊരു സ്ഥലത്ത് നിന്ന് ഒരു കല്ല് എടുത്തുകൊണ്ട് തലയ്ക്ക് വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന വിശ്രമിക്കുന്ന ആ സാഹചര്യത്തിൽ യാക്കോബ് ഒരു സ്വപ്നം കാണുവാൻ ഇടയായി എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. എന്തായിരുന്നു ആ സ്വപ്നം? ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്തതായിട്ട് അവൻ കാണുന്നു. അതിന് മുകളിൽ നിന്നുകൊണ്ട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നതും അവൻ കാണുന്നു. പെട്ടെന്ന് അവൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുന്നതായിട്ട് കാണുന്നു. ഇതാ ആ സമയത്ത് യാക്കോബിന് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് അനുഗ്രഹങ്ങളെ നൽകുന്നതായിട്ട് നാം കാണുന്നു. എന്തെല്ലാമായിരുന്നു ആ അനുഗ്രഹങ്ങൾ? 4 അനുഗ്രഹങ്ങളെ അവിടെ നൽകുന്നതായിട്ട് കാണുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കു തരും. ഒന്നാമത്തെ അനുഗ്രഹം, നീ വസിക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കു തരും. രണ്ടാമതായിട്ട്, ഭൂമിയിലെ പൊടി പോലെ നിൻ്റെ സന്തതികളെ ആക്കും, എണ്ണമറ്റ സന്തതികളെ നിനക്ക് നൽകും എന്നുള്ള രണ്ടാമത്തെ അനുഗ്രഹം അവിടെ നൽകുന്നു. മൂന്നാമതായിട്ട്, നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നീ മുഖാന്തരവും നിൻ്റെ സന്തതികൾ മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നാലാമതായിട്ട്, ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം, പ്രത്യാശ അവിടെ നൽകുന്നു. എന്താണ്? ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും എന്ന് വളരെ വ്യക്തമായിട്ടൊരു വാഗ്ദാനം, പ്രോമിസ് നൽകുന്നതായിട്ട് കാണുന്നു. 4 അനുഗ്രഹങ്ങളെ ദൈവം അവിടെ യാക്കോബിന് നൽകുന്നു. ആ സ്ഥലത്ത് യഹോവയുണ്ട് എന്ന് യാക്കോബിന് മനസ്സിലായി. അപ്പോൾ തന്നെ നാം നോക്കുമ്പോൾ യാക്കോബ് കണ്ടതായ ആ സ്വപ്നം നാം ഒന്ന് ചിന്തിക്കുമ്പോൾ, എന്തായിരുന്നു ആ സ്വപ്നം? സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു കോവണി അല്ലെങ്കിൽ ഒരു ഏണി ഉണ്ടായിരുന്നത് കാണുന്നു. അതിലൂടെ ദൂതന്മാർ പോകുകയും വരികയും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്താണ് ഇത് യഥാർത്ഥത്തിൽ? നാം ഇതിനു മുൻപ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ ബാബേൽ ഗോപുരം പണിയുന്നതായിട്ട് നാം കാണുന്നു. ഇത് ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് മനുഷ്യർ പണിഞ്ഞായ, സ്വർഗത്തിലേക്ക് എത്തുവാൻ വേണ്ടി മനുഷ്യർ പണിഞ്ഞായ ഒരു ഗോപുരത്തെ കാണിക്കുന്നുവെങ്കിൽ ഇത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കോവണിയെ പ്രതിനിധാനം ചെയ്യുന്നു. ഇത് എന്താണ് യഥാർത്ഥത്തിൽ? ബാബേൽ ഗോപുരം സ്വർഗത്തിൽ എത്താനുള്ള മനുഷ്യ ശ്രമത്തെ റെപ്രസെൻ്റ് ചെയ്യുമെങ്കിൽ ഈ ബഥേലിൽ ഉണ്ടായിരുന്ന ഈ കോവണി ഊന്നി പറയുന്നത് എന്താണ്? ദൈവത്തിലേക്ക് എത്തിച്ചേരൽ നേടിയെടുക്കാനാകുമെന്ന് ദൈവം നമ്മിലേക്ക് വരുന്നതിലൂടെ മാത്രമാണ്. അതായത് നമുക്ക് ഒരിക്കലും സ്വർഗത്തിലേക്ക് എത്തുവാൻ തക്കണം സാധിക്കില്ല. അവിടെ നിന്ന് ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്ന് ദൈവം മുഖാന്തരം ആണ് നമുക്ക് അങ്ങോട്ടേക്ക് എത്തുവാൻ തക്കണം സാധിക്കുള്ളൂ. അതിനെ പ്രതിനിധീകരിച്ചാണ് ഇപ്രകാരം ഒരു സ്വപ്നം അവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നു. നാം നോക്കുമ്പോൾ അപ്രകാരം സ്വർഗത്തെയും ഭൂമിയെയും അല്ലെങ്കിൽ സ്വർഗത്തെയും ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തി ആരായിരുന്നു?
കർത്താവ് യേശു ക്രിസ്തുവായിരുന്നു എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. ആ കോവണി യഥാർത്ഥത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ അപ്രകാരം അതിനുശേഷം നാം നോക്കുമ്പോൾ യാക്കോബിന് നൽകിയതായ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം യാക്കോബ് തിരിച്ചു മറുപടി പറയുന്നതായിട്ട് നാം കാണുന്നു. എന്താണ്? 28-ാം വാക്യത്തിൽ 20-ാം വാക്യത്തിൽ യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും എന്നുള്ളതായ ഒരു നേർച്ച നിയമം അവിടെ യാക്കോബ് ദൈവത്തോട് പറയുകയാണ്. എൻ്റെ പോകുന്ന വഴികളിലെല്ലാം എന്നെ കാക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുമെങ്കിൽ തിരികെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരികെ എത്തും, സൗഖ്യത്തോടെ ഒരു ആപത്തും വരുത്താതെ എന്നെ തിരികെ എത്തിക്കുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നതിലൂടെയും അതുപോലെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നീ എനിക്ക് തരുന്ന, ദൈവം നമുക്ക് തരുന്ന, അല്ലെങ്കിൽ യാക്കോബിനെ കൊടുക്കുന്ന സകല അനുഗ്രഹത്തിൽ നിന്നും സകലത്തിലും നിനക്ക് ദശാംശം, ദൈവത്തിന് ദശാംശം വഴിപാടും അർപ്പിക്കുമെന്ന് അവിടെ വെച്ച് ഒരു നേർച്ച നേറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്രകാരം യാക്കോബിനെ ആ ഒരു സ്ഥലത്ത് ബഥേലിൽ അനുഗ്രഹിക്കുന്നതായിട്ട് നാം കാണുന്നു. വീണ്ടും യാക്കോബ് തിരിഞ്ഞ് ആ പദ്ദാൻ അരാമിലെ ഹാരാനിലേക്ക് പോകുന്ന ആ വഴി നാം കാണുന്നു. അങ്ങനെ എത്തി അടുത്ത ഭാഗത്തേക്ക് നാം എത്തുമ്പോൾ അവനെ കാണുകയും ലാബാനെ കാണുകയും ആദ്യം കണ്ടുമുട്ടിയത് ലാബാൻ്റെ രണ്ടാമത്തെ ഇളയ മകളായ റാഹേലിനെയാണ് എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. അങ്ങനെ റാഹേലിനോട് അവന് ഏറ്റവും ഇഷ്ടം തോന്നി, പ്രിയം തോന്നി, റാഹേലിനെ വളരെയധികം സ്നേഹിച്ചു എന്ന് കാണുന്നു. അങ്ങനെ ലാബാനോട് പറഞ്ഞു, എനിക്ക് റാഹേലിനെ വേണം, കല്യാണം കഴിച്ചു തരണം. അപ്പോൾ വെറുതെ വേണ്ട, ഞാൻ റാഹേലിനു വേണ്ടി 7 സംവത്സരം അല്ലെങ്കിൽ 7 വർഷം ജോലി ചെയ്യാം, സേവ ചെയ്യാം, നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അപ്രകാരം 7 വർഷം എന്ന് പറയുന്നത് ഒരുപാട് വർഷമാണ്. പക്ഷേ യാക്കോബിനെ സംബന്ധിച്ച് 7 വർഷം വളരെ ചുരുക്കമായിരുന്നു. കാരണം ലഭിക്കുവാനുള്ളത് റാഹേലാണ്, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പെണ്ണാണ്. അപ്പോൾ അപ്രകാരം റാഹേലിന് വേണ്ടി 7 വർഷം യാക്കോബ് സ്നേഹിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. ലാബാനു വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം ജോലി ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ 7 വർഷം ജോലി ചെയ്തതിന് ശേഷം അവൻ ആഗ്രഹിച്ച ആ സമയമെത്തി. 7 വർഷം ശേഷം യാക്കോബിൻ്റെ കല്യാണം എത്തി. ആ കല്യാണ സമയത്ത്, വിവാഹത്തിൻ്റെ രാത്രി ആ സമയത്ത് ലാബാൻ യാക്കോബിനെ വഞ്ചിക്കുന്നതായിട്ട് നാം കാണുന്നു. അതാണ് ഈ ഭാഗത്തിലെ ഹെഡിങ്, വഞ്ചകൻ വഞ്ചിക്കപ്പെടുന്നു. അപ്പോൾ ഇതിലെ വഞ്ചകൻ എന്ന് പറയുന്നത് യാക്കോബ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. കാരണം തൻ്റെ പിതാവിനെയും ജ്യേഷ്ഠനെയും വഞ്ചിച്ചവനാണ് യാക്കോബ്. അങ്ങനെ ആ വഞ്ചകൻ വീണ്ടും വഞ്ചിക്കപ്പെടുന്നു എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. ഇത് ദൈവം യാക്കോബിന് നൽകിയതായ ഒരു അടിയാണ് എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. യാക്കോബിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ, ഒരു വഞ്ചിക്കപ്പെടുന്ന ഒരാളുടെ വ്യസനം എത്രമാത്രമാണ് എന്ന് യാക്കോബിന് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കോണം ലാബാനിലൂടെ ദൈവം പ്രവർത്തിച്ചതായിട്ട് നാം കാണുന്നു. അങ്ങനെ റാഹേലിന് പകരം മൂത്ത മകളെ ലാബാൻ അവിടെ യാക്കോബിന് നൽകിയതായിട്ട് കാണുന്നു, ലേയയെ നൽകിയതായിട്ട് കാണുന്നു. അതിനുശേഷം ഇനി നിനക്ക് റാഹേലിനെ വേണമെങ്കിൽ ഇനിയും ഒരു 7 വർഷം കൂടെ എനിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്രകാരം യാക്കോബ് ഒരു 7 വർഷം ജോലി ചെയ്തതായ കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നു എപ്രകാരമാണെന്ന്. ഇനി ഒരു 7 വർഷം കൂടെ കൂടുമ്പോൾ, അപ്പോൾ സാരമില്ല, റാഹേലിന് വേണ്ടിയല്ലേ 7 വർഷം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് 7 വർഷം കൂടെ ചെയ്തു. അങ്ങനെ റാഹേലിന് വേണ്ടി 14 വർഷം യാക്കോബ് ലാബാന് വേണ്ടി വേല ചെയ്തതായിട്ട് നാം കാണുന്നു. വഞ്ചനയുടെ ഇരയാവുക എന്നതിൻ്റെ അർത്ഥം ഈ സമയത്ത് യാക്കോബ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ ഒരാൾ വഞ്ചിക്കപ്പെടുമ്പോൾ ആ വഞ്ചിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളതായ വിഷമം എത്രമാത്രമുണ്ടെന്ന് യാക്കോബിനും അവിടെ മനസ്സിലാക്കുവാൻ തക്ക കഴിയുന്നു. അങ്ങനെ യാക്കോബ് 14 വർഷത്തിന് ശേഷം റാഹേലിനെ സ്വന്തമാക്കുകയും ചെയ്തു എന്ന് കാണാൻ തക്ക സാധിക്കുന്നു. അതിനുശേഷം നാം അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിൻ്റെ അനുഗ്രഹം. അങ്ങനെ റാഹേലിനെ സ്വന്തമാക്കി, ലേയയും സ്വന്തമാക്കി. ലേയയെ
യാക്കോബിന് അത്രമാത്രം ഇഷ്ടമില്ലായിരുന്നു എങ്കിൽ കൂടിയും ലാബാൻ നൽകിയതുകൊണ്ട് അവളെ സ്വന്തമാക്കി എന്ന് കാണുന്നു. ലേയ അനിഷ്ട എന്നു യഹോവ കണ്ടപ്പോൾ, അതായത് ലേയയെ യാക്കോബിന് അനിഷ്ട അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തോന്നിയപ്പോൾ ലേയയുടെ ഗർഭത്തെ യഹോവ തുറന്നതായിട്ട് നാം കാണുന്നു, ദൈവം തുറന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ ലേയയിലൂടെയാണ് കുറച്ച് സന്തതികൾ ഉണ്ടാകുന്നത്, യാക്കോബിനെ അനുഗ്രഹിക്കുന്നത് എന്ന് കാണുന്നു. അതിനുശേഷം ലേയുടെ ഗർഭത്തെ അടച്ചതിന് ശേഷം നാം നോക്കുമ്പോൾ റാഹേലിന് പ്രസവിക്കാൻ തക്കവണ്ണം കഴിവില്ലായിരുന്നു, മച്ചിയായിരുന്നു. എങ്കിൽ കൂടിയും അവസാന സമയത്ത് യഹോവയാൽ സാധിക്കാത്തതൊന്നുമില്ല. യഹോവ അവളുടെ പ്രാർത്ഥനയും കേട്ട് അവളിൽ 2 മക്കളെ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം യാക്കോബിനെ സഹായിച്ചു. അങ്ങനെ കുടുംബത്തെ ദൈവം സഹായിച്ചതായിട്ട്, അനുഗ്രഹിച്ചതായിട്ട് നാം കാണുന്നു. നാം നോക്കുമ്പോൾ ലേയുടെ ദാസിയായ ശില്പയിലൂടെയും അതുപോലെ റാഹേലിൻ്റെ ദാസിയായ ബിൽഹയിലൂടെയും യാക്കോബിന് പിന്നീടുള്ളതായ ഇസ്രായേൽ മക്കളുടെ ഗോത്രം എന്ന് വിളിക്കപ്പെട്ടതായ ആ 13 മക്കളും ഉണ്ടായതായിട്ട് നാം കാണുന്നു. അവസാനത്തെ ബെഞ്ചമിൻ അല്ലെങ്കിൽ ബെന്യാമിൻ എന്ന് പറയുന്ന ആ മകൻ ഉണ്ടായിരുന്നത് അവരുടെ തിരിച്ച് യാക്കോബിൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ് എന്ന് നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ ദൈവം കൂടുതലായിട്ട് 2ാമത്തെ തവണ യാക്കോബിനെ അനുഗ്രഹിക്കുന്നതായിട്ട് നാം കാണുന്നു. 1ാമത്തെ പ്രാവശ്യം 4 അനുഗ്രഹത്തോടു കൂടെ ദൈവം അനുഗ്രഹിച്ചു ബഥേലിൽ വെച്ച്. 2ാമതായിട്ട് യാക്കോബിൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് നാം കാണുന്നു. കുടുംബത്തിൽ സന്താന സൗഭാഗ്യങ്ങളെ ദൈവം യാക്കോബിന് നൽകി. യാക്കോബിൻ്റെ തെറ്റ് യാക്കോബ് മനസ്സിലാക്കി ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. യാക്കോബിനെ സർവ്വത്തിലും സമ്പന്നനാക്കി വെച്ചു എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. വീണ്ടും നാം അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ യാക്കോബ് തിരിച്ച് പോകുന്നതായിട്ട് നാം കാണുന്നു. നാം യാക്കോബിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ യാക്കോബിൻ്റെ അമ്മയായ റിബേക്ക പറഞ്ഞു, അല്പനേരം, അതായത് യേശാവിൻ്റെ കോപം മാറുന്നത് വരെ, ഒരു 10-20 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, അത്രയും കാലമാണ് അവിടെ നിൽക്കുവാൻ തക്കവണ്ണം പറഞ്ഞയച്ചത്. പക്ഷേ 20 വർഷത്തോളം യാക്കോബ് ലാബാൻ്റെ സന്നിധിയിലായിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അങ്ങനെ യാക്കോബ് പോകുവാൻ തക്കവണ്ണം, തൻ്റെ സ്വദേശത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നതായിട്ട് നാം കാണുന്നു. അതോടുകൂടെയാണ് നമ്മുടെ ഈ ആഴ്ചയിലെ പാഠഭാഗം അവസാനിക്കുന്നത്. നാം നോക്കുമ്പോൾ തിരിച്ച് യാക്കോബ് തൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായ സാഹചര്യം നമുക്ക് കാണാൻ തക്കവണ്ണം സാകുന്നു. അങ്ങനെ അതായത് മക്കൾ ഇത്രയും പേരായി കുടുംബമായിട്ട് തിരികെ പോകാൻ തക്കവണ്ണം ലാബാനോട് ആവശ്യപ്പെടുമ്പോൾ ലാബാൻ പറയുന്നത്, പോകരുത്, നീ വന്നതിന് ശേഷമാണ് ഇത്രയേറെ മാറ്റങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായത് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ അപ്രകാരം അവനെ പറഞ്ഞയക്കാൻ തക്കവണ്ണം ലാബാന് മടിയായി എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. നിനക്ക് എന്ത് പ്രതിഫലം വേണമെങ്കിലും തരാം എന്ന് യാക്കോബ് ആവശ്യപ്പെടുന്നു. ഇനി വേണം, അപ്പോൾ യാക്കോബ് പറഞ്ഞു, ഇനി വേണം എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കുവാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുവാനും ഉള്ള സമയമാണ് ഇനി. ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിച്ചു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. നാം 30-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ്, ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ യാക്കോബ് ഒരു അനുഗ്രഹമായി തീരുന്നതായിട്ട് നാം കാണുന്നു. ഇതിനു മുൻപ് യഹോവ യാക്കോബിനോട് പറഞ്ഞതാണ്, നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇവിടെ യാക്കോബ് ലാബാൻ്റെ കുടുംബത്തിനും ഒരു അനുഗ്രഹമായി തീരുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ യാക്കോബ് അവിടെ വെച്ച് സർവവും സമ്പാദിച്ചതിന് ശേഷം തൻ്റെ പിതൃഭവനത്തിലേക്ക് പോകുന്ന ഭാഗത്തോടു കൂടെയാണ് ഈ ഒരു ആഴ്ചയിലെ പാഠഭാഗം അവസാനിക്കുന്നത്. ഇവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എലൻ ജി വൈറ്റിൻ പാർട്ടിയക്സ് ആൻഡ് പ്രോപ്പറ്റ്സ് എന്ന് പറയുന്നതായ ഭാഗത്ത്, ബാബേലിൻ്റെ ദൈവമായി ദൈവം അവനെ തന്നെ യാക്കോബിന് വെളിപ്പെടുത്തുകയും ലാബാനെ വിട്ട് നിൻ്റെ ജന്മദേശത്തേക്ക്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് 31-ാം അധ്യായം 13-ാം വാക്യമാണ്. ഇനി താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു, വ്യാഴാഴ്ചയിലെ ഭാഗത്ത്, ഇപ്പോൾ അവൻ ലാബാൻ്റെ മക്കളിൽ നിന്നുള്ള അപകടത്തിലാണെന്ന് അവന് തോന്നി. അവൻ അവൻ്റെ ധനത്തെ അവരുടെ സ്വന്തം ധനമായി കണ്ട് അത് നേടിയെടുക്കുവാൻ
അക്രമം ചെയ്യുമെന്ന് അവൻ കരുതി. അതിനുശേഷം നാം നോക്കുമ്പോൾ ലാബാന് അവനെ പറഞ്ഞു വിടുവാൻ തക്കവണ്ണം പ്രയാസമായിരുന്നു. വീണ്ടും ലാബാൻ യാക്കോബിനെ പറ്റിക്കുവാൻ തക്കവണ്ണം ശ്രമം നടത്തി. പക്ഷേ ഇത്തവണ ദൈവം യാക്കോബിനെ പറ്റിക്കാൻ തക്കവണ്ണം ലാബാൻ അവസരം നൽകിയില്ല എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവിടെ 31-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം, ഞാൻ നിന്നോട് കൂടെയിരിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ യഹോവയുടെ വാക്ക് അവൻ കേട്ടു. അവന് മനസ്സിലായി, എൻ്റെ ഇവിടുത്തെ ഉള്ളതായ കാലം അവസാനിച്ചു, ഇനി ഞാൻ എൻ്റെ തിരികെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ തക്കവണ്ണം ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അപ്രകാരം തൻ്റെ കുടുംബത്തെയും തനിക്ക് അവിടെ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച എല്ലാം കൊണ്ടും യാക്കോബ് തിരികെ ഭവനത്തിലേക്ക് പുറപ്പെടുന്നതായ ആ ഭാഗം കൊണ്ടാണ് ഈ ആഴ്ചയിലെ പാഠം അവസാനിക്കുന്നത്. യാക്കോബിൻ്റെ ജീവിതം കഷ്ടപ്പാടുകൾ, പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും ദൈവത്തോട് കൂടെ അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ദൈവം അവനെ ധാരാളമായി അനുഗ്രഹിച്ചതായിട്ട് നാം കാണുന്നു. യാക്കോബിൻ്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ, നാം ഒരു സമയത്ത് മറ്റുള്ളവരെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്തിരുന്നെങ്കിലും അത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട്, നമുക്കറിയാം യഹോവയുടെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പോൾ യാക്കോബിന് അതിൻ്റേതായ അവൻ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ചുള്ളതായ ശിക്ഷ അവന് ലഭിച്ചു. അവൻ എപ്രകാരമാണ് ഒരു വഞ്ചിക്കപ്പെടുന്നവൻ്റെ മനസ്സിലുള്ളതായ വികാരം എന്ന് അവൻ മനസ്സിലാക്കി കൊടുത്തു ദൈവം. അതിനുശേഷം ദൈവം അവനെ സകലത്തിലും അനുഗ്രഹിച്ചതായിട്ട് നാം കാണുന്നു. അതിനുശേഷം അവനും അവൻ്റെ കുടുംബമായിട്ട് തിരികെ ഭവനത്തിലേക്ക് പ്രയാണം ചെയ്യുന്നതിലൂടെ ഈ ആഴ്ചയിലെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് എന്നോടുകൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ പാഠപഠനത്തിൽ സംബന്ധിച്ചായ എല്ലാ ദൈവമക്കളെയും ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിൻ്റെ അവസാനമായി പാട്ടുപുസ്തകത്തിലെ 880-ാമത്തെ പാട്ട് പാടാം. 880. മാറരുതേ മുഖം മറയ്ക്കരുതേ.
നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന അടിയങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ വിശുദ്ധ ശബത്തിൻ്റെ ഈ പകൽക്കാല സമയത്തിനായി സ്തോത്രം. കർത്താവെ, അടിയങ്ങൾ കർത്താവെ യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ചും യാക്കോബിന് വന്നതായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അടിയങ്ങൾ മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം നാഥ. കർത്താവെ, അങ്ങയിലേക്ക് വിശ്വസ്തയോടെ നിലകൊള്ളുവാനായിട്ടും ആശ്രയിപ്പാനായിട്ടും അടിയങ്ങൾ ഓരോരുത്തരും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നത. ഇന്ന് കർത്താവ് ഈ പാഠപഠനത്തിൽ പങ്കുചേർന്ന എല്ലാ ദൈവമക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കാനിരിക്കുന്നതായ വിശുദ്ധ ആരാധനയിലും അങ്ങയുടെ സാന്നിധ്യം കൂട്ടായ്മയും കൂടെ ഇരിക്കുമാറാകണം പ്രാർത്ഥിച്ചുകൊണ്ട് അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.